ഹലോ ഗൈസ്, വെൽക്കം ടു AlphaBeard. ഇത് ഈ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പം ചെയ്തിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലൊരു കമന്റും കാര്യങ്ങളൊക്കെ അതിന് വന്നായിരുന്നു. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം വീഡിയോയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. കാരണം ഫസ്റ്റ് വീഡിയോ തന്നെ അത്ര ഒരു സപ്പോർട്ട് തന്നതിന്. ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മിനോക്സിഡിലിന്റെ യൂസേജിന് ശേഷം മുടി പൊഴിച്ചിലിനെ തടയാനുള്ള 5 മാർഗമല്ല എന്ന് പറയുന്നത്. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ആർക്കും ആണെങ്കിലും, ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ പ്രായമുള്ളവർക്കോ പ്രായമില്ലാത്തവർക്കോ ആർക്കും ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന 5 പ്രോ ട്രിക്സ്. അപ്പോൾ ഈ ഒരു 5 ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊഴിച്ചിലിനെ തടയാനായിട്ടോ അല്ലെങ്കിൽ നോർമലി ഹെറിഡിറ്ററി ആയിട്ട് തന്നെ മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ കുറച്ച് നാളൊന്നും ബാലൻസ് ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് നല്ല വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാജ് എന്നാണ്. മസാജ് അപ്പോൾ നമുക്കെല്ലാം അറിയാം, മസാജ് ചെയ്യുന്നത് ബോഡിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മളെ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടാണെങ്കിലും മസാജ് ചെയ്യുന്നത് എപ്പോഴും ബോഡിക്ക് നല്ലതാണ്. ഇത് തന്നെ തലയിൽ ചെയ്യുന്ന പണ്ടത്തെ നമുക്കറിയാം ഇതുപോലെ തല മസാജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു 3 കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കീപ് ദാറ്റ് യുവർ ഹെയർ ആൻഡ് ഹാൻഡ് വിൽ ബി ഡ്രൈ. അതായത് നമ്മളുടെ മുടിയും കൈയും ഒക്കെ ഒന്ന് വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള വെള്ള നനവിൽ മുടി പറ്റി മുടി പൊഴിയാനും കയ്യിൽ മുടി കുരുങ്ങി വരാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പറയുന്നത്, പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത്. കാരണം നിങ്ങളാകുമ്പോഴത്തേക്കും അത്ര ലോങ് ഹെയർ ആണ്, മുടി പെട്ടെന്ന് കൈ പൊഴിഞ്ഞു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചെയ്യേണ്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയോ ഒക്കെ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എണ്ണ യൂസ് ചെയ്യുകയോ തല നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ മറ്റൊരാളാണ് മസാജ് ചെയ്യുന്നതെങ്കിൽ അത്രയും ബെസ്റ്റ്. കാരണം നമ്മൾ മസാജ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും മറ്റൊരാൾ മസാജ് ചെയ്ത് തരുമ്പോൾ. അപ്പോഴാദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, നെയിൽസ്. അതായത് നമ്മളുടെ നഖം എപ്പോഴും വെട്ടി സൂക്ഷിക്കാൻ ശ്രമിക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് നഖം ഉണ്ടെങ്കിൽ നഖത്തിൽ കുടുങ്ങാനോ അല്ലെങ്കിൽ നമ്മളുടെ നഖത്തിന്റെ മൂർച്ച കാരണം തലയോട്ടി മുറിയാനോ, ഇത് നഖത്തിലുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ പുറത്തുള്ള അഴുക്കുകൾ, തലയിലുള്ള ചാരണം, ഇതൊക്കെ കയറി കഴിഞ്ഞാൽ തലയിൽ കൂടുതൽ ചാരണം ഉണ്ടാവാനോ ചിലപ്പോൾ പിമ്പിൾസ് പോലെ തലയിൽ ചിലർക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മളുടെ നഖം ക്ലീൻ ആക്കിയിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ ഈസ് നെയിൽസിന് നമ്മളുടെ റിങ്ങുകൾ യൂസ് ചെയ്യാതിരിക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും റിങ്ങുകൾ യൂസ് ചെയ്യാതിരിക്കുക. റിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മുടി കുടുങ്ങുകയും കൂടുതൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 3മാണ് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ള 3 കാര്യങ്ങൾ. അപ്പോൾ ഗോയിങ് ബാക്ക് ടു അവർ സെക്കൻഡ് ട്രിക്ക്. നമ്മളുടെ സെക്കൻഡ് ട്രിക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് എ ബെറ്റർ ഹെയർ ഓയിൽ. അപ്പോൾ ഹെയർ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം കടയിൽ നിന്ന് ചിലപ്പോൾ ഹെയർ ഓയിൽസ് മേടിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കാം. ഇപ്പം നല്ല നല്ല റിവ്യൂസ് കണ്ടിട്ട് അല്ലെങ്കിൽ പരസ്യങ്ങൾ കണ്ടിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഹെയർ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കയറിയുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ആ ഹെയർ ഓയിലിനകത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എപ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ കെമിക്കൽസ് കാണാം, ചിലപ്പോൾ മെഡിസിനലായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം. മെഡിസിനലായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കറിയാം വളരെ കുറവായിരിക്കും, കൂടുതലും കെമിക്കൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കെമിക്കൽസ് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. കെമിക്കൽസ് ഉള്ളത് പരമാവധി ഒഴിവാക്കുക. അതിന് പകരം നാച്ചുറൽ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുമെങ്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലയോ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോഴങ്ങനെയുള്ള വെളിച്ചെണ്ണ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, ഏതെങ്കിലും നാട്ടിൻ പ്രദേശത്ത് എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോഴങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ഓണിയൻ ഓയിൽ എന്ന് പറയുന്ന റിഡൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോഴ് റിഡൻസിൽ എന്ന് പറയുന്നത് നമ്മളുടെ മുടി വളർച്ചയ്ക്ക് വളരെ ഉതകുന്ന ഒരു ഐറ്റമാണ്. ഒരു കെമിക്കൽ തന്നെയാണ് അതും. ബട്ട് അതിന് സൈഡ് എഫക്ട്സ് ഒന്നും വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹെയർ ഓയിൽ വളരെ ഉപകാരപ്പെടും എന്നാണ് ഇതുവരെയുള്ള റിവ്യൂസും കാര്യങ്ങളും എല്ലാം. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് തീർന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും താഴെ ഞാൻ മേടിച്ച അതേ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും.
അങ്ങനെ മൂന്നാമത്തെ ട്രിക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ട്രിക്കാണ്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഡെർമാ റോളിംഗ് ആണ്. നിങ്ങൾ കുറച്ചുപേർക്ക് അറിയാൻ പറ്റും ഡെർമാ റോളിംഗ് എന്താണ്. നമ്മളിപ്പോ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ 1000 രൂപയ്ക്കൊക്കെ ചെയ്യുന്ന ആന്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞ ഡെർമാ റോൾ. 1000 2000 ഒക്കെ മുതൽ മുടക്കി നമ്മൾ ചെയ്യുന്ന കോഴ്സായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് തന്നെ ഒരു 200 രൂപ അകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തന്നെ ചെയ്യാം, വേറെ ആരുടെ സഹായം വേണ്ട. അപ്പോഴങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോ ട്രിക്കാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മളെ ഡെർമാ റോളർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സാധനം. താണ്ട് ഇവനാണ് ഡെർമാ റോളർ. എടുത്ത് കാണിച്ചു തരാം. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഷേവിംഗ് സെറ്റിന്റെ ഒരു ലുക്കാണ് ഐറ്റത്തിന്. കണ്ടോ, ഇതിനകത്ത് മൈക്രോ നീഡിൽസ് എന്ന് പറയുന്ന കുറെ നീഡിൽസ് ഉണ്ട്. അപ്പൊ ഈ നീഡിൽസ് ഒക്കെയാണ് നമ്മളുടെ തലയിൽ പണിയെടുക്കുന്നവര്. ഇവന്മാരെങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ കൊളീജൻ പ്രൊഡക്ഷൻ നമ്മളെ തലയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നെറ്റിൽ കയറി സെർച്ച് ചെയ്യാലും യൂട്യൂബിൽ സെർച്ച് ചെയ്യാലും എവിടെ സെർച്ച് ചെയ്യാലും കൊളീജൻ പ്രൊഡക്ഷൻ എന്ന് പറയും. കൊളീജൻ എന്ന് പറഞ്ഞ സ്റ്റിമുലേറ്ററിന് നമ്മളുടെ തൊലിയുടെ തൊട്ട് താഴെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെബം പോലെ ഒരു ഐറ്റമാണ്. സെബം എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ഇവിടെ നമുക്ക് എണ്ണമയം കാണത്തില്ല, സെബം എന്ന് പറയുന്നത്. അതുപോലെ തലയിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഈ ഒരു കൊളീജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വളരെ ഉതകും ഈ പറഞ്ഞ ഡെർമാ റോളർ യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അതിന്റെ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ബോക്സിനകത്തുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അല്ല നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള മിക്ക ആൾക്കാരുടെയും വീഡിയോസിൽ ഇതുണ്ട്. ഞാനും ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, തൊട്ടടുത്ത വീഡിയോയിലോ പിന്നെ അങ്ങോട്ടായിരിക്കും. അപ്പോഴതിന്റെ ലിങ്ക് എല്ലാം പ്ലേലിസ്റ്റിൽ തന്നെ കിടക്കും. നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ കുറച്ച് നാൾക്ക് ശേഷം. അപ്പോഴിപ്പോ തുടങ്ങിയതേ ഉള്ളേ. ഡെർമാ റോളിംഗ്. പിന്നെ മൂന്നാമത്തെ ട്രിക്കാണ് ഡെർമാ റോളിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് ട്രിക്ക് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. എക്സസൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സസൈസ് ഇല്ലേ, നമ്മളെല്ലാം കുറച്ചുപേരൊക്കെ ജിമ്മിന് പോകുന്നവരായിരിക്കും ഇത് കാണുന്നവരില്. ജിമ്മിന് പോകുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ മുടിക്ക് ഉതകുന്ന ഒരു കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക. അതായത് മുടിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വളരാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളൊന്നുമില്ല. നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോൺസ് എങ്ങനെയാണോ, നമ്മളുടെ DNA എങ്ങനെയാണോ അതിനനുസരിച്ച് വളർന്നു പോകും മുടിയും താടിയും എല്ലാം. അതായത് ഇപ്പം ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ഒരാളുടെ ബോഡിയിൽ കൂടുതൽ ആണെങ്കിൽ മുടി വളർച്ച അതിനനുസരിച്ച് കൂടും. ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ആണുങ്ങൾക്കാണെങ്കിൽ മാൻലി ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. ആ മാൻനെസ്സിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂടുതലാണ് ഉണ്ടാവുന്നത്. അപ്പോഴന്നെ മുടിയുടെ വളർച്ച അതിനനുസരിച്ച് കൂടിപ്പോകുന്നതായിരിക്കും. അതൊരു പ്രോ ട്രിക്ക് അല്ല, നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ട്രിക്കാണ്. ബട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഇതൊന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. പിന്നെ ഗേൾസിനാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാനും എക്സസൈസ് വളരെ ഉതകുന്നതായിരിക്കും. ഡെർമാ റോളിംഗും ഗേൾസിന് ചെയ്യാവുന്നതാണ്. അവർക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഡെർമാ റോളിങ്ങിനകത്ത് മുഖത്തൊക്കെ ചെയ്യാം, താടിയിൽ മാത്രമല്ല മുഖത്തും ചെയ്യാനൊക്കെ ആവും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക്, കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ബയോട്ടിൻ. നിങ്ങൾക്കറിയാവുന്ന ഒരു ഗുളിക ആണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ നമുക്ക് കടയിലെല്ലാം മേടിക്കാൻ കിട്ടും. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താടി, മുടി, നഖം, പല്ല് ഇതിനെല്ലാം സ്ട്രെങ്ത് കിട്ടും ബയോട്ടിൻ എന്ന് പറയുന്നത്. ബയോട്ടിൻ ഉള്ള ഫുഡ് നമ്മൾ കഴിച്ചാലും മതിയാകും. ബയോട്ടിന് വേണ്ടി പ്രത്യേകിച്ച് ഗുളിയോ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഗുളികളുടെ ആവശ്യമായിട്ട് വരുന്നത്. അത് ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ബയോട്ടിൻ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചാലും മതിയാവും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏത്തക്ക എന്ന് പറയുന്നത് വളരെയധികം ബയോട്ടിൻ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ്. പഴങ്ങളെല്ലാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ്, ഫ്രൂട്ട് ഐറ്റംസ് എല്ലാം ബയോട്ടിൻ ഇഷ്ടംമാതിരി കണ്ടന്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ബയോട്ടിൻ ഗുളികകൾ. ഇപ്പം ഫിഷ് ഓയിൽ യൂസ് ചെയ്താലും സെയിം തന്നെയാണ്. ഫിഷ് ഓയിലിന്റെ ഗുളികളൊക്കെ ഉണ്ടല്ലോ. അത് യൂസ് ചെയ്താലും ഏകദേശം സെയിം തന്നെയാണ്. അതായാലും മതിയാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബയോട്ടിൻ ചെയ്യുന്നത്. ബയോട്ടിൻ കഴിക്കേണ്ടത് വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഗുളികകളാണ് കഴിക്കുന്നതെങ്കിൽ, കാരണം ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ അസ്. ബിക്കോസ്
അത് ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കഴിക്കാനുള്ള സാധനമാണ്. ഏതൊരു ഐറ്റം ആണെങ്കിലും നമ്മളുടെ ഏതൊരു ഹോർമോൺ ആണെങ്കിലും എന്താണെങ്കിലും ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡി കൂടിക്കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാൾ അധികം ദോഷമേ ഉണ്ടാക്കും. അതിനാൽ അത് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കൂടി എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടിയത് നല്ലതാണോ ചീത്തയാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയണം, കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി എന്നോട് ചോദിക്കാം. എപ്പോഴും വേണമെങ്കിലും ചോദിക്കാം. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പേഴ്സണൽ ഒന്നുണ്ടെങ്കിലും ചോദിക്കാം. താഴെ കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾ ഇതിനേക്കാളും മികച്ച ടെക്നിക്സും ഇതിനേക്കാളും മികച്ച കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാൻ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.